ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ LBS MC എൻട്രൻസ് എക്സാമിനേഷൻ 2024ൻ്റെ ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ്സ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ നമ്മളുടെ ഹാൾ ടിക്കറ്റ് കൊണ്ടുപോകണം. ഹാൾ ടിക്കറ്റ് ഒഫീഷ്യൽ സൈറ്റിൽ അവൈലബിൾ ആണ്, LBS സെൻറ്റർ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർ LBS സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ ഐഡൻറ്റിറ്റി പ്രൂഫ് കൊണ്ടുപോകണം. ഐഡൻറ്റിറ്റി പ്രൂഫ് ഒറിജിനൽ ആയിരിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം, വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഇതൊക്കെ നമ്മൾ ഐഡൻറ്റിറ്റി പ്രൂഫിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാം. എല്ലാം ഒറിജിനൽ ആയിരിക്കണം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാത്തവർ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ്. ആദ്യം ഹാൾ ടിക്കറ്റ്. ഹാൾ ടിക്കറ്റിൽ 2 പേജ് ഉണ്ട്. അത് സെക്കൻഡ് പേജ് ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ സെക്കൻഡ് പേജ് വേണ്ട, ഫസ്റ്റ് പേജ് മാത്രം പ്രിൻ്റ് എടുത്താൽ മതി. കളർ പ്രിൻ്റ് എടുക്കാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പിയും എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. രണ്ടും അക്സെപ്റ്റബിൾ ആണ്. ആൻഡ് അതിൻ്റെ കൂടെ വാലിഡ് ഐഡൻറ്റിറ്റി പ്രൂഫ് വേണം. അത് ഒറിജിനൽ ആയിരിക്കണം. ആധാർ കാർഡ്, പാസ്പോർട്ട്, പാൻ കാർഡ്, വോട്ടേഴ്സ് ID, ഡ്രൈവിംഗ് ലൈസൻസ്, ഇതൊക്കെ നമ്മൾ ഐഡൻറ്റിറ്റി പ്രൂഫിന് വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ ഫോട്ടോഗ്രാഫ്, ക്ലിയർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാത്തവർ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടി കൊണ്ടുവരണം. പിന്നെ ഡ്രസ് കോഡ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. സോ അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം. ആൻഡ് അത് സിമ്പിൾ ആയിരിക്കണം. സിമ്പിൾ ആൻഡ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം. ആൻഡ് വാച്ചസ് ഒന്നും അലൗഡ് അല്ല. വാച്ചസ്, കാൽക്കുലേറ്റർ, മൊബൈൽ ഫോൺ, പേപ്പേഴ്സ് ഒന്നും അലൗഡ് അല്ല. നമുക്ക് അനലോഗ് വാച്ചും അലൗഡ് അല്ല, സ്മാർട്ട് വാച്ചും അലൗഡ് അല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനങ്ങളും നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. അവർ 1 hour once or half an hour once നമുക്ക് റിമൈൻഡ് ചെയ്യും, ടൈം ഇത്ര ഉണ്ടെന്ന് റിമൈൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ വാച്ചസ് ഒന്നും അലൗഡ് അല്ല. ആൻഡ് ഗേൾസ് ആണെങ്കിൽ ഓർണമെൻറ്റ്സ് ഒത്തിരി ഹെവി ആക്കാതെ സിമ്പിൾ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് മാത്രം ഇട്ടാൽ മതി. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സിമ്പിൾ ഓർണമെൻറ്റ്സ് മാത്രം ഇട്ടാൽ മതി. പിന്നെ പെണ്ണ് എടുക്കണം. പെണ്ണ് ബോൾ പോയിൻ്റ് തന്നെ വേണമെന്നില്ല. ബ്ലൂ ആൻഡ് ബ്ലാക്ക് പെൻ രണ്ടും അലൗഡാണ്. ബ്ലൂ പെന്ന് നമുക്ക് യൂസ് ചെയ്യാം, ബ്ലാക്ക് പെന്നും യൂസ് ചെയ്യാം. ആൻഡ് നമുക്ക് റഫ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എക്സ്ട്രാ പേപ്പർ തരത്തില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ലാസ്റ്റ് പേജ് ബ്ലാങ്ക് ആയിരിക്കും. ആ ലാസ്റ്റ് പേജിലാണ് നമ്മൾ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്ത് നോക്കേണ്ടത്. വേറെ എക്സ്ട്രാ പേപ്പർ അവരും തരത്തില്ല, നമ്മളും അകത്ത് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ലാസ്റ്റ് ആ ഒരു പേജിൽ മാത്രമാണ് നമ്മൾ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യേണ്ടത്. OMR ഷീറ്റിൽ, ആൻസർ ഷീറ്റിൽ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യാൻ പാടില്ല. ആൻഡ് ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മളുടെ റോൾ നമ്പർ, പിന്നെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ, ഇതൊക്കെ ഫില്ല് ചെയ്യാൻ പറയും. അതെല്ലാം ശ്രദ്ധിച്ച് വേണം ഫില്ല് ചെയ്യാനും. ബിക്കോസ് ഇതിൽ ബബ്ലിംഗ് ആണ്. നമ്മൾ നമ്പേഴ്സൊക്കെ എഴുതിയിട്ട് പിന്നെ അതിന് നേരെയുള്ള സർക്കിൾസ് എല്ലാം ബബിൾ ചെയ്യും. അപ്പോൾ ഒരു സർക്കിൾ മാറിപ്പോയാലും മൊത്തം മാറിപ്പോകും. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം ഫില്ല് ചെയ്യുമ്പോൾ നോക്കി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമുക്ക് സമയം കൊടുക്കും, ഇതൊക്കെ ഫില്ല് ചെയ്യാൻ സമയം കൊടുക്കും. അപ്പോൾ ടെൻഷൻ അടിക്കാതെ പേഷ്യൻ്റായിട്ട് ചെയ്താൽ മതി. OMR അവിടെ കൊടുക്കാനുള്ള ഒറിജിനൽ കോപ്പിയും ഉണ്ട്, പിന്നെ കാൻഡിഡേറ്റ് കോപ്പിയും ഉണ്ട്. കാൻഡിഡേറ്റ് കോപ്പി പിന്നെ ഒറിജിനൽ OMR രണ്ടും അറ്റാച്ച്ഡ് ആയിരിക്കും. അത് എക്സാം കഴിയുമ്പോൾ ഇൻവിജിലേറ്റർ പറയും നമ്മൾ അത് സെപ്പറേറ്റ് ആക്കാൻ പറയും. അപ്പോൾ ഒറിജിനൽ കോപ്പി അവരുടെ അടുത്ത് കൊടുക്കണം. കാൻഡിഡേറ്റ് കോപ്പി നമ്മൾക്കാണ്, നമ്മളുടെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ കാൻഡിഡേറ്റ് കോപ്പീസ് യൂസ് ചെയ്യാം. ആൻഡ് എക്സാം സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് വരെ ആരും പുറത്ത് വരാൻ പാടില്ല. ഇപ്പോൾ 10 മണിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും, 12 മണി വരെ ആർക്കും പുറത്ത് വരാൻ പറ്റത്തില്ല. ഇൻവിജിലേറ്റർ നമ്മൾ OMR ഷീറ്റ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പുറത്ത് വരാൻ പറ്റത്തുള്ളൂ. ആൻഡ് പിന്നെ ഉള്ളത് 9:30 ആണ് റിപ്പോർട്ടിംഗ് ടൈം. 9:30 to 10 ആണ് റിപ്പോർട്ടിംഗ് ടൈം. 10 to 12 ആണ് എക്സാം. ഇത് സൺഡേ ആണ് എക്സാം. സോ സൺഡേ യൂഷ്വലി എല്ലാവർക്കും ഹോളിഡേ ആണ്. അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് നേരത്തെ എക്സാം ഹാളിൽ എത്താൻ ശ്രമിക്കണം. ബിക്കോസ് 9:30 ആഫ്റ്റർ 10 വരുന്നവരെ എക്സാം ഹാളിൽ കയറ്റത്തില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും 9:30ക്ക് തന്നെ എത്താൻ ശ്രമിക്കണം. ആൻഡ് കുറേ പേർക്ക് എക്സാം സെൻറ്ററൊക്കെ ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് 1 day ബിഫോർ വേണമെങ്കിലും പോയിട്ട് സ്റ്റേ ചെയ്യാം. എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോയാലും മതി. ബട്ട് കറക്റ്റ് ടൈമിൽ അവിടെ എത്തണം. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ട് ആൻഡ് 120 minutes ആണുള്ളത്. സോ ടൈം മാനേജ് ചെയ്ത് വേണം എഴുതാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് അത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഈസി ആയിട്ടുള്ളത് ഓർ നിങ്ങൾ ഏതാണോ പഠിച്ച സബ്ജക്റ്റ് അത് ആദ്യം ചെയ്തിട്ട് ടഫായിട്ടുള്ളത് ലേറ്റർ ചെയ്താൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ എക്സാം ഹാളിൽ പോകുമ്പോൾ ഹാൾ ടിക്കറ്റ്, ഐഡൻറ്റിറ്റി പ്രൂഫ്, ക്ലിയർ ഫോട്ടോ അല്ലാത്തവർ അപ്ലോഡ് ചെയ്തപ്പോൾ ക്ലിയർ ഫോട്ടോ അപ്ലോഡ് ചെയ്യാത്തവർ ഒരു പാസ്പോർട്ട് ഫോട്ടോയും കൂടെ എടുക്കണം. പിന്നെ പെൻ എടുക്കണം. പെന്ന് ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക് നമുക്ക് യൂസ് ചെയ്യാം. വേറെ കളേഴ്സൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ വാച്ച്, മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റർ ഇതൊന്നും അലൗഡ് അല്ല. OMR എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല, OMR ബേസ്ഡ് എക്സാമാണ്.
സോ ഇത്രയേ ഉള്ളൂ കാൻഡിഡേറ്റ്സിനുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്. വേറെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് വരുവാണെങ്കിൽ ഇൻഫോം ചെയ്യാം, ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.